എത്ര കൊടുത്ത്? 100 രൂപയ്ക്ക് ഒരു തെരച്ചി മീൻ കൊടുക്കുക. മതി ഇന്നത്. ഫെബ്രുവരി 14 രാവിലെ ഒരു കരമടി കയറിയ തേട് മീൻ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാൻ കൊണ്ടുവന്ന ഒരു കാഴ്ചയെ നമ്മുടെ ചാനലിലെ വീഡിയോസ് വഴി നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണുമല്ലോ. അതുപോലെ തന്നെയാണ് ഫെബ്രുവരി 14 വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വണ്ടിയിൽ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, ഇത്രയും അധികം സാധനം ഇതുപോലെ വണ്ടി കയറ്റി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നത്. കാരണം മറ്റു മീനുകളാണെങ്കിൽ വിഷയമില്ല കേട്ടോ, നമ്മുടെ ഇവിടെ തിരച്ചി തിരണ്ടി എന്നൊക്കെ പറയുന്ന സാധനമാണ്. എല്ലാം ഏകദേശം ഒരു 4 കിലോ 5 കിലോ 6 കിലോ സൈസ് വരുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നപ്പോഴേ ആദ്യം അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ 4-5 തിരച്ചി മീൻ അവിടെ ലേലത്തിൽ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞുള്ളൊരവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിലൊക്കെ കയറ്റി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ ലേലത്തിൽ കൊടുക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കറിക്ക് മീൻ വാങ്ങാൻ വരുന്നവരോ അതുപോലെ കച്ചവടക്കാരോ മടിച്ചു നിൽക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങിച്ചാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന വള്ളക്കാരായിരുന്നാലും ശരി തന്നെ, അവർക്കിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അവർക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഇത് ലേലം പോയില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആയിരുന്നാലും അവർ അവരുടെ മാർക്കറ്റിലോ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിലോ കൊണ്ടുപോയി അവരുടെ വില മുതലാക്കി അവർ എടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് കൂട്ടുകാർക്ക് സംശയമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ മീനുകൾ വണ്ടിയിൽ കയറ്റി എന്താണ് വിഴിഞ്ഞത്ത് കൊണ്ടുവരുന്നതെന്ന് ഒരുപാട് കൂട്ടുകാർ സംശയമുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ ഒന്ന് പെരുമാതുറ മുതലപ്പൊഴി ഹാർബർ, രണ്ടാമത് നമ്മുടെ വിഴിഞ്ഞം, ഈ 2 കടപ്പുറവുമാണ് 24 മണിക്കൂറും ഈ വാങ്ങാനുള്ള വ്യാപാരികൾ കാണുന്ന ഒരു കടപ്പുറം കേട്ടോ. അപ്പോൾ മറ്റുള്ള തീരദേശങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ മാക്സിമം ഒരു 9 മണി വരെയൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു ടൈം വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ കച്ചവടം കാണത്തില്ല, മീൻ വാങ്ങാനായിട്ട് ആളുകളും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ മീനുകളെല്ലാം കയറ്റി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് വില കൂടുതൽ കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വണ്ടിയിൽ കയറ്റി ഈ മീനുമായിട്ട് ഈ വള്ളക്കാർ വിഴിഞ്ഞത്തേക്ക് വരുന്നത്. അപ്പോൾ രണ്ടാമതൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വള്ളക്കാർ ചെയ്തത്, ഇവർ ആ മീൻ, ഈ തിരണ്ടി മീൻ ഇവരുടെ ഈ വണ്ടി കയറ്റിയ സമയം ഇവർ കുറച്ച് ഐസ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഐസ് വാങ്ങിച്ചിടാതെ വശം ഈ മീന് എല്ലാം ചുരുണ്ട് മടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ കുറച്ച് ഐസും കൂടെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നെങ്കിൽ മീൻ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരുന്ന് തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും കൂട്ടുകാർ പറയും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള മീനാണ് ഇവിടെ കയറ്റി കൊണ്ടുവരുന്നത്. അതിന് വള്ളക്കാർക്ക് യാതൊരു ആവശ്യവുമില്ല. അതുപോലെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഐസ് മീൻ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിൽക്കാനുള്ള പെർമിഷനോ കാര്യങ്ങളൊന്നുമില്ല. അതും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക. അപ്പോൾ വള്ളക്കാരിനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനി ഇവിടെ കൊടുക്കുന്നില്ല. അവരിനി അവരുടെ ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം നാളെ രാവിലെ മാർക്കറ്റിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് 2-3 പീസ് ഐസൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്താണ് അവർ കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ പല വീഡിയോസിലും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ കരമടി എന്നറിയപ്പെടുന്ന കമ്പാവല മീനിൽ എങ്ങനെയാണ് മണ്ണ് വരുന്നതെന്ന്. ഇത് കരയിലിട്ട് മണ്ണിലിട്ട് വലിച്ചു കയറ്റുന്ന ഒരു സാധനമാണ് കരമടി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മീനിൽ മണ്ണ് കാണും കേട്ടോ. ഇനി അറിഞ്ഞൂടാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കരമടി എന്താണ്, അതിൻ്റെ വീഡിയോ എന്താണെന്നൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കണേ.